ആദരണീയനായ ഗുരുനാഥൻ ഹരിദാസ് ജി, ഉപമുഖ്യാചാര്യ ദർശികാജി, ഹിൻസറിൻ്റെ ഡയറക്ടർ പ്രൊഫസർ പത്മകുമാരി ടീച്ചർ, ജോയിൻറ്റ് ഡയറക്ടർ ഉണ്ണിത്താൻ ജി, മറ്റ് സീനിയർ ആചാര്യന്മാരെ, ഭക്തജനങ്ങളെ, അടുത്ത 2-3 മാസത്തെ പരിപാടികൾ സനൽജി ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഏറ്റവും അടുത്തു വരുന്നത് തിങ്കളാഴ്ച മുതൽ ഇവിടെ ആരംഭിക്കുന്ന നമ്മുടെ നാരായണീയ സത്രമാണ്. 8ാമത് നാരായണീയ സത്രം തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വരുന്ന തിങ്കളാഴ്ച 12 ദിവസം ആ സത്ര പരിപാടി ഈ പ്രിയദർശിനിയുടെ പുതിയ സൈഡിലുള്ള ഹാളിൽ അവരും ഇന്നിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാരവാഹികളെ കണ്ട് സംസാരിച്ചിട്ട് വരികയാണ്. അപ്പോൾ അവരും പറഞ്ഞത് ഹാള് പൂർത്തിയാകുന്നതേ ഉള്ളൂ, ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ അന്തിമ രൂപമാകുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചടങ്ങ് നിങ്ങളുടെ ചടങ്ങായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് എന്നവരെ അറിയിച്ചു. അത് കഴിഞ്ഞ് വരുന്ന ഭാഗവത ജ്ഞാനയജ്ഞവും തുടർന്ന് വരുന്ന ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തെക്കുറിച്ചുമെല്ലാം സനൽജി സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ നാരായണീയ മഹോത്സവം 74 ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയ മഹോത്സവം ഇന്നു മുതൽ വിവിധ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഏകാഹ നാരായണീയ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് ആചാര്യന്മാരെല്ലാം ഇതിനകം തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും കൂടുതൽ ഏകാഹ യജ്ഞങ്ങൾ നടത്തുന്ന ആചാര്യയ്ക്കുള്ള പുരസ്കാരം നാരായണ ദിനത്തിൽ സമ്മാനിക്കും. പിന്നെ ഈ മാസം 31-ാം തീയതി നമ്മുടെ ഗുരുനാഥൻ്റെ ജന്മദിനം നമ്മൾ ഈ പ്രിയദർശിനി ഹാളിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഈ വരുന്ന, അതായത് സനൽജി ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആചാര്യന്മാരും അതുപോലെ തന്നെ ഊണും ഉറക്കവും ഇല്ലാത്തവരായി കൂടെ കൂടണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഏതായാലും പരമാവധി പ്രവർത്തനങ്ങൾ ആചാര്യന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ യജ്ഞങ്ങളിലും ഞാനും സംബന്ധിക്കുവാൻ പരമാവധി പരിശ്രമിക്കും. മറ്റു കൂടുതലായിട്ടൊന്നും ഈ അവസരത്തിൽ പറയാനുമില്ല. ഭദ്രദീപം തെളിയിച്ച് ഈ നാരായണീയ മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആചാര്യനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഉദ്ഘാടന സന്ദേശം നൽകുന്നതിന് ആചാര്യനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഈ ഭഗവൻ യാതൊരു തടസ്സവുമില്ലാതെ വിഘ്നവുമില്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണോ സനൽകുമാർജി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അതൊക്കെ നടത്തിത്തരാൻ ഞങ്ങളെ ആദ്യമായി അനുഗ്രഹിക്കണമേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പല കാര്യങ്ങളാണ് സത്രങ്ങളായിട്ടും പാരായണങ്ങളായിട്ടും ഒക്കെ സനൽകുമാർജി കേരളം മാത്രമല്ല ഇന്ത്യ ആകെ ഉള്ളത് പറഞ്ഞത്. അവിടെയെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചേരാനും അതിനുള്ളതായ ശക്തി പ്രദാനം ചെയ്യണേ ദുർഗാദേവി. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഹേ മഹാലക്ഷ്മി ഐശ്വര്യദേവതേ, എപ്രകാരം പാലാഴിയിൽ നിന്ന് ഒന്നായ സമയത്ത് ആ സ്വർണ്ണപീഠം ദേവേന്ദ്രനെടുത്ത് തന്നില്ലേ, ആ പീഠത്തിൽ എന്നും ഞങ്ങളുടെ ഈ പാരായണങ്ങളിലും ഈ സത്രങ്ങളിലും ഒക്കെ അമ്മ വന്ന ഐശ്വര്യം തരയണമേ. പശുവിൻ്റെ ചാണകത്തിന് പോലും ഐശ്വര്യം കൊടുത്ത അമ്മയാണ്. ആ അമ്മ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അമ്മേ, ഞങ്ങളുടെ നാക്കിൽ വന്നിരുന്ന് എല്ലാ വാക്കുകളും അതാത് സമയങ്ങളിൽ തോന്നിപ്പിച്ചു തരണമേ. വാണിയെടുക അനാരതമെന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ
വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലി വാരിസി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ പാരാത സംരക്ഷണം മേന്മേൽ മംഗലശീലേ. ആ വാക്കുകൾ വേണ്ട സമയത്ത് ഞങ്ങൾക്ക് കിട്ടണമേ. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം. കുട്ടികളുടെ എഴുത്തിനിരുത്തിനോടുകൂടിയാണ് ഞങ്ങളിന്ന് ആരംഭിച്ചത്. കുട്ടികളെ എഴുത്തിനിരുത്തി ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ കുട്ടികൾ. അമ്മേ എല്ലാവർക്കും ഈ ജ്ഞാനത്തിന് പ്രദാനം ചെയ്യണേ എന്ന് ആ സരസ്വതി ദേവിയോടും എല്ലാ ഗുരുനാഥന്മാരോടും താണ് കേണ് അപേക്ഷിച്ചുകൊള്ളുന്നു. विजयकुमार जी, उन्नीतान जी, पद्मम जी, दर्शिका जी, സനൽകുമാർ ജി, എൻ്റെ മുമ്പിലിരിക്കുന്ന വന്ധ്യ ഗുരുജനങ്ങളെയും മറ്റെല്ലാ ഭക്തജനങ്ങളെയും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായ ആ സർവീശ്വരൻ എൻ്റെ ബുദ്ധിയിൽ പ്രകാശിച്ച് എന്നിലൂടെ വാക്കുകളായി പ്രവഹിച്ച് നിങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കട്ടെ. നാരായണീയത്തിനെക്കുറിച്ച് സനൽജി പറയുകയുണ്ടായി. 74 ദിവസം നീണ്ടു നിൽക്കുന്നതായ നാരായണീയ പാരായണങ്ങളും അതിൻ്റെ ഇടയിൽ സത്രങ്ങളും ഒക്കെയാണ് ഇതാവുന്നത്. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്. സനൽജി അത് സൂചിപ്പിച്ചു. പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെയാണ് കാണുന്നത്. അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാതെ കണ്ട് ഈ ജ്ഞാനത്തിനെ നേടാൻ വേണ്ടിയാണ് ഓരോ ഭക്തജനവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജ്ഞാനമാണ് ആവശ്യം. ജ്ഞാനേ നൈവതു കൈവല്യം. മോക്ഷം കിട്ടണമോ ജ്ഞാനം വേണം. നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ആ പരമാത്മാവിനെ, സച്ചിദാനന്ദ സ്വരൂപനെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട്, ആ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശരീരം പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങയെ സാക്ഷാത്കരിക്കാൻ സാധിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് മാത്രമേ ജീവിതം ധന്യമാവുള്ളൂ. അപ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപനെ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് വേണ്ടതായ ജ്ഞാനം വേണ്ടേ നമുക്ക്? ജ്ഞാനം വളരെ ലളിതമായിട്ടുള്ള ഒന്നാണ്. എല്ലാം ഭഗവാനാണ് എന്നുള്ളതാണ് ജ്ഞാനം. ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാൻ എന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ആ ഭഗവാനുമായിട്ട് എന്നും നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കണം. എങ്ങനെയത് സാധ്യമാവണ? എൻ്റെ ഉള്ളിലാണ്. ഇന്ന് എൻ്റെ വിഷയങ്ങൾ, എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും എനിക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. സംയമനം സാധ്യമല്ല. സംയമനമാണ് വേണ്ടത്. മനസ്സിൻ്റെ തലത്തിലാണ് സംയമനം വേണ്ടത്. വിഷയങ്ങളിലേക്ക് ഓടുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഓരോ ഇന്ദ്രിയവും അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ മനസ്സാകുന്ന മാതാവും പോകുന്നു. ആ മനസ്സാകുന്ന മാതാവ് ആ കുട്ടികളുടെ കൂടെ പോകാതിരിക്കാൻ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതാണ് സംയമനം. ശമതമാദികൾ ശീലിച്ച് ഈ പരമമായ സത്യത്തെ, സച്ചിദാനന്ദ സ്വരൂപനെ എവിടേക്കും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ വേണ്ടു, ഇത്രയേ വേണ്ടൂ. ആ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ആത്മാവിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അത് ദിവസേന നമ്മൾ ശീലിക്കണം. അതാണ്.
അതാണ് സമാധി എന്ന് പറയുന്നത്. സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി. നമ്മുടെ ബുദ്ധി ആ ഉള്ളിലുള്ള പരമാത്മാവിൽ ആ ഉറച്ചിരുന്ന് ഈ പരമമായ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിൻ്റെ അർത്ഥം മറ്റ് വിഷയങ്ങളൊന്നും വേണ്ടതല്ല. എന്തെല്ലാം വിഷയങ്ങൾ പൂർവ്വജന്മത്തിൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്നുവോ അതെല്ലാം അനുഭവിക്കാം. അതൊന്നും വേണ്ടാന്ന് പറയണ്ട. അല്ലാതെ കണ്ടുള്ളതിനൊന്നിനും നമ്മൾ പോകരുത്. നമ്മൾ പ്രയത്നിക്കാതെ കണ്ട് തന്നെ അത് വരുന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതെന്തായാലും നമ്മൾ പറയണ്ട. പ്രയത്നം ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ കർമ്മങ്ങളിലൂടെ ആ വസ്തുക്കളെക്കുറിച്ചുള്ളതായ യാതൊരു വിധത്തിലുള്ള ആസക്തിയുമില്ലാതെ നമുക്ക് പ്രയത്നിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ തത്വം, ഉള്ളിലുള്ളതായി തത്വം തെളിഞ്ഞു പ്രകാശിക്കും. എങ്ങനെയാണ്? സമത്വം യോഗ ഉച്യതേ. നമ്മളങ്ങനെ പ്രയത്നിക്കുമ്പോൾ മനസ്സ് സമനിലയിലെത്തും. മനസ്സ് സമനിലയിലെത്തിയാൽ ആ ഭഗവാനെ നമ്മൾ അനുഭവിച്ചു എന്നർത്ഥം. അതാണ്. ബക്കറ്റിൽ വെള്ളം വച്ചിരിക്കണു, അതിൽ സൂര്യൻ പ്രതിബിംബിക്കണു. ആ സൂര്യപ്രതിബിംബം നമ്മൾ നന്നായിട്ട് കാണുന്നു. കുട്ടി വന്ന് ഇളക്കിയാലോ പോയി. മനസ്സാകുന്ന കുട്ടിയെ ഇളക്കാൻ സമ്മതിക്കരുത്. ആ സംയമനം നമ്മൾ നേടണം. അങ്ങനെ ബുദ്ധിക്ക് ഉറപ്പ് കൊടുക്കുന്നതാണ് ഭഗവത്ഗീത ആദ്യം തൊട്ടേ പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയം എന്ന ബുദ്ധിയായിരിക്കണം. എന്തിനു വേണ്ടി ഭഗവാൻ എനിക്ക് ഈ മനുഷ്യജന്മം തന്നു? അനേകം ജീവികളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു. അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. തൈസ്തൈര് അതുഷ്ടഹൃദയ. നന്നായി, നന്നായി. ഓരോന്ന് കഴിഞ്ഞപ്പോഴും ബ്രഹ്മാവ് പറഞ്ഞതാണിത്. നന്നായില്ല. പുരുഷം വിധായ, പുരുഷനെ നിർമ്മിച്ചു. കണ്ട ഉടനെ ബ്രഹ്മാവലോകദിഷണം. ഹായ്, പിന്നെ ആ ബ്രഹ്മത്തിനെ കാണാൻ സാധിക്കും. മുദമാപദേവ. ഭഗവാൻ സന്തോഷിച്ചു. ആ സന്തോഷം എനിക്ക് തരണമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ഈ മാർഗത്തിലേക്ക് വന്നിട്ടുള്ളതായ എല്ലാവർക്കും അത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സനൽജി പറഞ്ഞതുപോലെ ഈ 74 ദിവസങ്ങൾ അദ്ദേഹം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. തിരുവനന്തപുരം മാത്രമല്ല, ചിലപ്പോൾ വിളിക്കുമ്പോൾ കണ്ണൂരിലായിരിക്കും, ചിലപ്പോൾ വിളിക്കുമ്പോൾ ഡൽഹിയിലായിരിക്കും, ചിലപ്പോൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരിലായിരിക്കും, ചിലപ്പോൾ ചെന്നൈയിലായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ അനുഭവമാണ്. ഇതാണ്. അപ്പോൾ ഈ വിധത്തിൽ ഓടി നടന്നുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വലുതാക്കാൻ വേണ്ടിയുള്ളതായ പ്രയത്നം നമ്മളെല്ലാവരും നമ്മുടെ കഴിവിനനുസരിച്ച് അതിന് സഹായം നൽകണം. അതാണ് നമ്മുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരും സഹായം നൽകി അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. നാരായണീയ പൂജകളാണ് ചെയ്യുന്നത്. അത് ഒരു ദിവസത്തെ പാരായണങ്ങളാവാം, സത്രങ്ങളാവാം, അല്ലെങ്കിൽ മറ്റു പ്രഭാഷണങ്ങളാവാം. എല്ലാം നാരായണനെക്കുറിച്ചുള്ളതായ പൂജകളാണ്. നാരായണീയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. നാരായണനെ സംബന്ധിച്ചുള്ളതായ പൂജകളാണ്. ആ പൂജകൾ കൊണ്ട് നാരായണൻ എന്ന് പറയുന്ന ആരാണ്? നാരമയനമായിട്ടുള്ളവനാണ്. നാരമാരാണ്? നമ്മളെല്ലാവരും പോയിരിക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മളെല്ലാവരും എവിടെ പോയിരിക്കണേ? ഭഗവാന്റെ അടുത്ത്. അതാണ് ആനന്ദം, സുഖം കിട്ടുന്നത്. അറിയണില്ല. എന്തുകൊണ്ട്? മനസ്സ് പോയിട്ട് ആ കാരണ ശരീരത്തിൽ പോയിരിക്കണു, ഒരനുഭവവും ഇല്ല. പക്ഷേ ഉണർന്നപ്പോഴോ എന്തു പറഞ്ഞു? ഞാൻ സുഖമായി ഉറങ്ങി. എന്തുകൊണ്ട്? ഭഗവാന്റെ അടുത്താണ് പോയിരുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിരുന്നാൽ സുഖമായിരിക്കാം. അത് ജീവിക്കുന്ന കാലത്തായാലും ശരി, ഈ ജീവിതം കഴിഞ്ഞാലും ശരി. ഇനിയൊരു ജന്മമില്ലാതെ കണ്ട് ആ ഭഗവത് പ്രാപ്തി നേടാൻ നമുക്ക് സാധിക്കട്ടെ. സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം എന്തെല്ലാമാണോ മനസ്സിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതെല്ലാം തടസ്സമില്ലാതെ നടക്കാൻ ആ ഗണപതി ദേവൻ, വിഘ്നേശ്വരൻ സഹായിക്കട്ടെ. നമ്മൾ കണ്ടു, ഏകദേശം 1 മണിക്കൂറോളം നേരം വാചാലനായി സംസാരിച്ചു. വളരെ നന്നായിരുന്നു. എല്ലാ വിഭാഗം
എന്താ പറയേണ്ടത്, ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് പറയുകയുണ്ടായി. അതിൽ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. ഇനി തമിഴല്ല, സംസ്കൃതമല്ല, തെലുങ്ക് കൂടി ചിലപ്പോൾ വന്ന് വരാം, അത്രയേ ഉള്ളൂ. അവർ കൂടി ഈ മാർഗത്തിലേക്ക് വരാം. ഇപ്പോൾ തമിഴും കർണാടക അല്ലേ മാത്രമേ വന്നിട്ടുള്ളൂ. എല്ലാവരും വരട്ടെ. എന്തുകൊണ്ട്? ഭഗവാന്റെ അടുത്തേക്ക് വന്നാൽ മാത്രമേ സമാധാനമുള്ളൂ, അപ്പോൾ മാത്രമേ സന്തോഷമുള്ളൂ, അപ്പോൾ മാത്രമേ ആത്മസംതൃപ്തിയുള്ളൂ. ആത്മസംതൃപ്തിയാണ് നേടേണ്ടത്. അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതിന് ബ്രഹ്മസാക്ഷാത്കാരമെന്നും പല വിധത്തിലുള്ള പേരുകൾ പറയുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിന് തുല്യമാണത്. അത് നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഘ്നേശ്വരൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതാക്കണേ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. അടുത്തത് മലയാളം നാരായണീയം 65 ഉദ്ഘാടനമാണ് വേദിയിൽ നടക്കുന്നത്. ഉദ്ഘാടനം ഭാഗവത പഠന ബാച്ചിൻ്റെ ഉദ്ഘാടനം. തമിഴ് 3ാം ബാച്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. ഞാൻ തന്നെ സമാഹരിച്ച് രൂപം കൊടുത്ത ഭജനാവലി 4ാം എഡിഷൻ ഇന്ന് ഔപചാരികമായി ഗുരുനാഥന് ഒരു കോപ്പി നൽകിക്കൊണ്ട് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. ഗുരുനാഥന് ആ കോപ്പി നൽകുക. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് ഹിൻസറിൻ്റെ ആചാര്യ ദർശിക ചൈതന്യയെ ആദരപൂർവ്വം ക്ഷണിക്കുക. രണ്ട് പദങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് ഗുഹ്യതമം, രണ്ടാമത്തത് പ്രിയതമം. ഗുഹ്യതമം നമ്മളിപ്പം ഈ അറിവിനെ പ്രചരിപ്പിക്കുകയാണല്ലോ, അത് രഹസ്യങ്ങളുടെ എല്ലാം രഹസ്യമാണ്. അതുകൊണ്ടാണ് ഗുഹ്യതമം എന്ന് പറയുന്നത്. അപ്പം അത്രയും ആഴത്തിലുള്ള അറിവിനെയാണ് ആചാര്യന്മാർ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പം അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത് എന്താണ്, ഭഗവത്ഗീതയിലെ അവസാനത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയാണ്, ഇങ്ങനത്തുള്ള കാര്യം ചെയ്യുന്ന ഭക്തജനങ്ങൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടവരാണ്, പ്രിയതമം. ഇപ്പോൾ ഭഗവാൻ നമ്മളോടെല്ലാം പറയണം ഐ ലവ് യു ദ മോസ്റ്റ് എന്ന് പറയാണ്. അപ്പം നമുക്ക് എത്ര സന്തോഷം തോന്നണമല്ലേ. അപ്പോൾ ഈ ഒരു പാതയിൽ ആചാര്യയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നണം വി ആർ ബ്ലെസ്സഡ്, അനുഗ്രഹീതരാണ്. കാരണം ഭഗവാന്റെ ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ടവരാണ്. ഞാൻ പറയുന്നതല്ല കേട്ടോ, സോപ്പിടാൻ പറയല്ല, ഭഗവാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹം ഉള്ളിൽ ഉണ്ടാവട്ടെ. കൂടുതൽ വ്യക്തികളിലേക്ക്, ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ. നിങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ഭഗവാന്റെ ഒരു നിമിത്തമായി തീരാം. ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമമാണ് ഓർമ്മ വരുന്നത്. സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ചൈതന്യ കുസുമപ്രിയായൈ നമഃ എന്നൊരു നാമമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഭഗവാന് നാരായണീയ കുസുമപ്രിയായ നമഃ എന്നിടാം. കാരണം നാരായണീയം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം ഭഗവാന്റെ സ്വരൂപത്തിനെ പറഞ്ഞു തരുന്നതാണല്ലോ നാരായണീയം. ആ നാരായണീയമാകുന്ന കുസുമം പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് നാരായണീയ കുസുമ പ്രിയായ നമഃ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭഗവാന്റെ പാദങ്ങളിൽ നാരായണീയ യജ്ഞാചാര്യന്മാരായ കുസുമങ്ങളായി എല്ലാവരും തീരട്ടെ. അതിനുള്ള അനുഗ്രഹം ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ. ഹരി ഓം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹിൻസറിൻ്റെ പരമ ആചാര്യനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഹരിദാസിയെ വണങ്ങുന്നു. സാധാരണ പ്രഭാഷണങ്ങളിൽ മനസ്സാ വണങ്ങുന്നു എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ ഇതാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമിക്കാനുള്ളൊരവസരം ഭഗവാൻ തന്നെ, അമ്മ തന്നെ, ദേവി തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആ ശരീരവും അതുപോലെ തന്നെ ആ മനസ്സും
ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമ്മെ എല്ലാം ആ നാവിലൂടെ അനുഗ്രഹിച്ച് ആനന്ദിപ്പിക്കുന്ന ഒരവസരവും ആയിട്ട് നമുക്കിത് മാറിയല്ലോ. അത് വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം വിജയദശമിയാണ്. 9 ദിവസത്തെ രാത്രികൾക്ക് ശേഷം 3 ദേവിമാരെ ആരാധിച്ചിട്ട് 9 ദിവസം കഴിഞ്ഞിട്ട് വിജയദശമി എന്നാണ് പറയുന്നത്. അപ്പം ഇന്നാണ് നമ്മുടെ പുതിയ നാരായണീയ ഭാഗവത മറ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ ഉദ്ഘാടനം. അപ്പോൾ വിജയദശമിയിൽ തന്നെ ആ വിജയത്തിലേക്ക് നമ്മെ നയിക്കാൻ ഇന്നത്തെ ദിവസം ധാരാളം മതി. ബാക്കി 364 ദിവസങ്ങളിൽ ഏതെടുത്താൽ ഇത്രയും മാഹാത്മ്യമായി ആ ദിവസങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്കിതിന് അവസരം കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ചുരുക്കി പറയുകയാണെങ്കിൽ ആത്മസംസ്ഥം മനഃകൃത്വാന കിഞ്ചിദഭിചിന്തയേ ഇതെന്നുള്ളതാണ്. മനസ്സിനെ ആത്മാവിൻ്റെ ആ ഉള്ളിലേക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വലിയ ബോക്സിലേക്ക് ഇറക്കി വെക്കുന്ന പോലെ അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ഭൗതികമായ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ ഉള്ളിൽ ബാധിക്കുകയില്ല. അതിന് വലിയൊരു തെളിവായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഏതിനെയും മുന്നേറാനുള്ള ഒരു ധൈര്യം നമുക്ക് ആ ദർശനത്തിലൂടെയും അതുപോലെ തന്നെ അനുഗ്രഹത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ കിട്ടുന്നു. അത് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തതാണ്. ഏതോ കാലത്ത് നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് ആയിരുന്നിരിക്കും. പണ്ടാണെങ്കിൽ 10ഉം 16ഉം കുട്ടികളാണ് ഒരു പേരൻസിന് അല്ലേ ഉണ്ടാവുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താണ്ട് 150 മക്കളുള്ള ഏതോ അമ്മയുടെ അച്ഛൻ ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരുന്നിരിക്കും. അതിലെ മൂത്ത കാരണവരായിരുന്നു. ദീർഘായുസോടുകൂടി നമ്മളെല്ലാവരും ഇരുന്ന പേരക്കുട്ടികളെയും അടുത്ത പേരക്കുട്ടികളെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പേരക്കുട്ടി എന്നൊരു പദമാണ് നമുക്കറിയണത്. എല്ലാവരും ഇത് അനുഗ്രഹിച്ചുകൊണ്ടേ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്കും നമ്മുടെ ഗുരുനാഥനിലൂടെ നമ്മളിലൂടെ അത് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, അത് പറയുമ്പോൾ ചിലപ്പോൾ താല്പര്യം കാണില്ല, പറയാൻ നിവൃത്തിയില്ല. കാരണം ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒന്നാണ്. എവിടെ വായിച്ചതാണ്, ഒരു തിമിംഗലം മേളിലേക്ക് പൊങ്ങി വന്നപ്പോൾ അതിങ്ങനെ അതിൻ്റെ വാക്യാത്ത് നിങ്ങൾക്ക് വായിച്ചു കാണാം, ഏതോ ഇതിലൊന്നും ഓർക്കണില്ല, ഒരു കോർക്ക് കിട്ടി. കോർക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ അതിന് വെയിറ്റ് ഇല്ല, ഘനക്കുറവാണ്. ഇതെന്തോ കിട്ടിപ്പോയി എന്നുള്ള മഹാസന്തോഷത്തിൽ അതിനെ കടിച്ചെടുത്തുകൊണ്ട് താഴോട്ടങ്ങ് പോയി, അഗാധതയിലേക്ക് പോയി. അങ്ങ് അറ്റം എത്തിക്കഴിയുമ്പോൾ അത് വിട്ടുപോയി. കാർക്ക് മുകളിലേക്ക് പൊങ്ങും. പല പ്രാവശ്യവും ഈ തിമിംഗലം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പോലും. ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, വായിച്ചതാണ്. അത് വീണ്ടും പൊങ്ങി മുകളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെ മതിയായി. അത് വിചാരിച്ച് കോർക്ക് എവിടെയെങ്കിലും പോട്ടെ ഞാനൊന്നും. നമ്മൾ ആ കോർക്കുകളാവരുത്. തിമിംഗലം എന്നവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനിയാണ്, പരമമായ ജ്ഞാനമുള്ള ജ്ഞാനി. നമ്മളെല്ലാവരും കടിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ പറഞ്ഞില്ലേ സരൺജി, അഗാധതയിലേക്ക് പോകണം. നമ്മുടെ ഗുരുനാഥൻ അത് തന്നെ എപ്പോഴും പറയുന്നത്, ജ്ഞാനത്തിൻ്റെ അഗാധതയിലേക്ക് നമ്മളാകുന്ന കോർക്കുകളെ കടിച്ചെടുത്തുകൊണ്ട് എന്ത് പ്രയാസം ആലോചിച്ച് നോക്കൂ. താഴേക്ക് പോകുമ്പോൾ ടപ്പെന്ന് പൊട്ടി മുകളിലേക്ക് വരാതിരിക്കണം എന്നുള്ളതാണ്. മനസ്സിൽ തോന്നിയതാണ്, അത് പറഞ്ഞതേ ഉള്ളൂ, ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മളെല്ലാം എവിടെ ഇരിക്കണോ അവിടെ പിടിച്ചിരിക്കാനുള്ള ആ ശ്രമമാണ്. അപ്പോൾ പിടി വിട്ടു പോകരുത്, അതാണ്, പിടി വിട്ടു പോകരുത്. 2 പിടികളാണ് നമ്മളെ പിടിക്കുന്നത്. ഒന്ന് ഗുരുസ്ഥാനത്ത് വിരാജിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ, വേറൊന്ന് അതിനേക്കാളും ഈ പറഞ്ഞ പോലെ ഈ ഗുരുനാഥനേക്കാളും എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ സർ? കുഴപ്പമുണ്ടോ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാം ക്ഷമിക്കുന്നറിയാം, അതാണ് ഈ ധൈര്യങ്ങൾ. ഓടി നടന്ന് പല സ്ഥലങ്ങളിലും പല ഭാഷകളിലും അല്ലേ, എന്തൊരു സന്തോഷമാണെന്ന് നോക്കൂ. ചിലപ്പോൾ ഇവിടുന്ന് ചാടിപ്പോവും കേട്ടോ ചില സമയം. ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല, വിദേശങ്ങളിലും റഷ്യനിലും ജർമ്മനിലും ചിരിക്കാനൊന്നുമില്ല, അത് കാര്യമായിട്ട് പറഞ്ഞതാണ്, ചിരിച്ചു പോയെന്നേ ഉള്ളൂ. മറ്റ് വിദേശ ഭാഷകളിലും എല്ലാം മറ്റു പല ഭാഷകളിലും, ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലും, ഒരു ഭാഷയും നമുക്ക് മോശമാക്കി പറയാൻ പറ്റില്ല, എല്ലാ സരസ്വതി കടാക്ഷമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ദേവിയുടെ അനുഗ്രഹം ഇന്ന് മുതൽ
കൂടി വർദ്ധിച്ച് വരും. അടുത്ത ഇതുപോലെ വിജയദശമി ദിനത്തിലും എല്ലാം കൂടെ ഒത്തു വന്ന ഒരു സമയമാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ അമ്മ അനുഗ്രഹിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു വരി, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷോ. ഒന്നും പറയണ്ട കേട്ടോ, അതിന് പറയണ്ട, പുതുതായിട്ടൊന്നും പറയാനില്ല. രൂപം ദേഹി അല്ലേ, വെളിയിറങ്ങി നടക്കാൻ എന്തെങ്കിലും ഒരു രൂപം വേണം. അതെ. രണ്ടാമത് ജയം. ഇപ്പം നമുക്കിവിടെ പറയാം, പ്രത്യേകിച്ച് നാരായണീയ ജയം, അതാണ് നാരായണനോട് ചേർന്നിരിക്കുന്നു ലാസ്റ്റ് മൊമെൻ്റ് വരെ. അപ്പോൾ അത് ജയം. പിന്നെ മൂന്നാമത് യശസ്. അതും ആഗ്രഹിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കാം. വെറുതെ ഇങ്ങനെ പാരായണം ചെയ്തിട്ടിരിക്കുമ്പോൾ ഞാൻ ഒട്ടും മോശമല്ല എന്നുള്ളത് അഹന്ത വരരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതും ആവാം. പിന്നെന്താണ് ദിഷോ ജഹി. അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റുന്നത് കേട്ടോ. എല്ലാവരും വിചാരിക്കും എൻ്റെ ശത്രുക്കളെ ജയിക്കണം. ശത്രു എവിടെ ഇരിക്കുന്നു? ഇതിനകത്ത്. കാമക്രോധാദി ശത്രുക്കളെ ജയിക്കുക. പുറമെ ആരും ശത്രുക്കളായിട്ട് കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും ഗുരുനാഥൻ്റെ ശിഷ്യരാവില്ല. പറയുന്നത് എന്താണ്? സമത്വം യോഗ ഉച്യതേ. പറയാത്ത ഒരു പ്രഭാഷണവും ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും സമമാണ്. ദിഷോ ജഹി എന്നുള്ളതിന് ആ ശത്രുക്കൾ എൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ എത്ര പറഞ്ഞാലും എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും എന്നെ ഏറ്റവും ദ്രോഹിച്ച ഒരാൾ എതിരെ കയറി വരുന്നത്. അയ്യോ പോയി, എന്തിനാ ഞാൻ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓർത്താലും മതി. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ വിജയങ്ങളും ഈ വിജയദശമി നാളിൽ സരസ്വതി ദേവിയുടെയും അതുപോലെ തന്നെ പാർവതി ദേവിയുടെയും ലക്ഷ്മിയുടെയും സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേരണമെങ്കിൽ സത്സംഗം നിർബന്ധമാണ് അല്ലേ. ആ ശ്രുതി മീട്ടിക്കൊണ്ടേയിരിക്കുന്നു. പാടുന്നിടയിൽ ബാക്കിൽ ഒരാളിരുന്ന്, അതിൻ്റെ സയൻറ്റിഫിക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ സംഗീതജ്ഞർ വല്ലവരും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ശ്രുതി മീട്ടിക്കൊണ്ടേ ഇരിക്കുമല്ലോ. അതുപോലെ സത്സംഗം നമുക്ക് ശ്രുതിയാവട്ടെ, സത്സംഗം നമുക്ക് ശ്രുതിയാകട്ടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പം നമ്മുടെ ജീവിതം സംഗീത സാന്ദ്രമാകും. അകം നല്ലോണം സന്തോഷിക്കട്ടെ. അതിന് നല്ലൊരു ദിവസം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിന് ഈ രണ്ടുപേരും ഇടവും വലവും നമുക്കുണ്ട്. ആ ധൈര്യത്തിലാണ്. അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ കുട്ടി എന്ത് ചാപല്യവും കാണിക്കും അല്ലേ. ഇതാ അമ്മയച്ഛൻ്റെ സ്ഥാനത്ത് ഈ രണ്ടുപേരും നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചാലും ക്ഷമിക്കും അവർ രണ്ടുപേരും എന്നുള്ളതാണ്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാ ദിവസവും ഞാൻ രാവിലെ പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. സാധാരണ ആദ്യമാണ് പറയേണ്ടത്. ചിലപ്പോഴൊക്കെ തല തിരിഞ്ഞു പോകും, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ വേദാന്തത്തിലേക്കാണ്. സർവോപനിഷദ്ഘുഷ്ട എന്നാണ് പറയുന്നത് അല്ലേ. ദേവിയെ എല്ലാ ഉപനിഷത്തുകളാലും വാഴ്ത്തപ്പെടുന്നവളാണ്. അപ്പോൾ ക്ഷമിക്കും തീർച്ചയായിട്ടും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സാറിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ശശിധരൻ ഉണ്ണിത്താൻ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാർക്കും ആചാര്യമാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഇവിടെ നടത്തി. എണ്ണം എടുക്കുന്നതിൽ കാര്യമില്ലാത്തതുകൊണ്ടാണ് എന്നെ പറയാം. കാര്യം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് എണ്ണം പറയുന്നതിൽ കാര്യമില്ല. കാര്യം എണ്ണമൊക്കെ തെറ്റും. അതുകൊണ്ട് പറയുന്ന കാര്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്ന ഡിസംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന എത്ര 74 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജ്ഞാനയജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ചു. അതിൽ പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാക്കുകൾ അങ്ങനെയാണ്. നമ്മൾ നോക്കൂ, നമ്മൾ ഈ ഭഗവാന്റെ കാര്യം ഭഗവാൻ ചെയ്യുന്നതൊന്നും നമ്മളറിയില്ല. കാര്യം നമ്മളെ കൊണ്ട് അറിയാൻ പറ്റില്ല. ഭഗവാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, വേണ്ടത് ഞാൻ ചെയ്തോളൂ എന്ന് പറയും. ഞാൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധി എത്ര ശ്രമിച്ചാലും ഭഗവാന്റെ ബുദ്ധിയുടെ അടുത്തേക്ക് എത്തില്ലല്ലോ. ഈ 74 ദിവസത്തെ യജ്ഞം നമ്മൾ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞു. അതിന് കുറച്ചും കൂടെ വിശദമായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ യജ്ഞം ചെയ്യാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? അല്ല, നമ്മൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും 365 ദിവസങ്ങളിലും യജ്ഞങ്ങളിലാണ്. ഒന്നിൽ എവിടെയെങ്കിലും ഏകാംഗങ്ങൾ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നോക്കൽ, അല്ലെങ്കിൽ ക്ലാസ്സുകളിലെ നോട്ട് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യൽ. നമ്മൾ ഈ ഭാഗവതമൊക്കെ പഠിക്കുമ്പോൾ ഇത് നമ്മൾ ഈ ഭാഗവതത്തിലൊക്കെ പറയുന്നത് സാറ് പറയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ കയ്യൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ അത് കാരണം സാറ് പറയുന്നതും ഭാഗവതത്തിൽ പറയുന്നതൊക്കെ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. സദാ സേവ്യ. ഇപ്പം ഈ സദാ സേവയ്ക്ക് നമ്മൾ വലിയ കാര്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളൊക്കെ സദാസേവികളാക്കി തീർത്തു. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ ചെയ്യാനൊരു സമയം ഇല്ല. അത് ആര് ചെയ്തു? നമ്മൾ ചെയ്തതല്ല, ഭഗവാൻ ചെയ്തതാണ്. അപ്പം ആ വഴിയിൽ നിന്നാൽ നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും ചെയ്തില്ലെങ്കിലും ഭഗവാൻ ആ വഴികളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിക്കോളും. അതങ്ങനെ നടന്നോളും. നമ്മൾ നിന്നു കൊടുക്കണം, അത്രയേ ഉള്ളൂ. നിന്ന് കൊടുക്കാനുള്ള മനസ്സ് നമുക്കൊന്നാണ്. പക്ഷെ ഇനി ഇരിക്കുന്ന ആർക്കും നിന്ന് കൊടുക്കാതിരിക്കാനും പറ്റില്ല. അവർക്കാർക്കും വേറെ ചില ആചാര്യന്മാരൊക്കെ എന്നോട് പറഞ്ഞു, രഹസ്യമാണ്, എന്നാലും എല്ലാവർക്കും വേണ്ടി അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഇങ്ങനെ പറയും. നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ പല രഹസ്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറേ ഇപ്പോൾ അതല്ലാതെ വേറൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് അവർ വിചാരിച്ചാലും വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ആര് ചെയ്തു? ഭഗവാൻ ചെയ്തു. അല്ലാതെ അവരുടെ അവർ അത് ഇപ്പം കംസൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മളിലൊക്കെ കംസനുണ്ടായിരുന്നു എന്ന് വെച്ചോളൂ. കംസൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ജനിച്ചത് പിന്നെ അദ്ദേഹത്തിന് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളൊക്കെ ആരൊക്കെ ആയിരുന്നാലും എന്തൊക്കെ ആയിരുന്നാലും ഭഗവാൻ അകത്തേക്ക് പോയാൽ അവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വഴിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുമോയെന്ന് ചോദിച്ചാൽ പറ്റാതിരിക്കില്ല. ഇപ്പം ഇത്ര പേരോട് പറ്റുന്നുണ്ടല്ലോ. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമത്തസ്യൈ 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 നമോ നമ. ആ ശക്തി എവിടുന്ന? ഭഗവാനിൽ നിന്ന് വന്നോളും. അല്ലാതെ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ശക്തി വേണോ? അല്ല. നമ്മുടെ അമ്മമാർ എനിക്കറിയാം, ഇതിലേക്ക് വരുമ്പം മുതൽ എണ്ണിച്ച് നടക്കാൻ വയ്യാത്ത അമ്മമാരുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടുതലായിട്ട് വന്നിട്ടില്ല. എന്തും കൊണ്ട് വന്നോ അങ്ങനെ തന്നെ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ നിശ്ചയിച്ച പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതുകൊണ്ട് സനൽജി ആദ്യം പറഞ്ഞ 1-2 കാര്യങ്ങളിൽ ഞാൻ എടുത്തു പറഞ്ഞ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണിത് പറഞ്ഞത്. നമ്മളെ കൊണ്ട് അത് പറ്റായികയൊന്നും ഇല്ല. അത് ഒന്ന്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നാരായണീയോ ഭാഗവതമോ അതുപോലെയുള്ള യജ്ഞങ്ങൾ നടത്തുക. ഇറങ്ങി പുറപ്പെട്ടാൽ എന്തുകൊണ്ട് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾ, നമ്മൾ ദിവസം പത്രം എടുത്ത് നോക്കിയാലും ഓരോ സ്ഥലത്ത് പോയിരുന്നാലും ഓരോ സ്ഥലത്തെ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേട്ടാലും മൊത്തം കേൾക്കണ്ട, പോകുന്ന വഴി കൂടെ കേട്ടുകൊണ്ട് പോയാൽ പോലും മതി. അതിൻ്റെ പേരിൽ ചിലവാക്കുന്ന ധന വ്യയങ്ങൾ ദുർവ്യയങ്ങളും ഒക്കെ കണ്ടാൽ ഇത് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോവും. ലോകമൊത്തം ഇതിനകത്തിട്ട് പുറപ്പെടാൻ ഉള്ള നമ്മളെ കുറിച്ച് നമുക്ക് അതിനുള്ള മൂലധനം നമ്മുടെ കയ്യിലുണ്ട്. ശാസ്ത്രം പഠിച്ചവർ ശാസ്ത്രം പഠിച്ചു എന്ന് വേഷം കെട്ടിയവരല്ല, പഠിച്ചവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനെയും പഠിക്കാനുണ്ട്. പഠിച്ചു തീർന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പഠിച്ചു തീർന്നവർ അങ്ങനെയുള്ള ഒരു വലിയ സേവകർ നമ്മുടെ കയ്യിലുണ്ട്. അവരെയൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ഇതിനെ പലയിടത്തേക്കും ഉണ്ടാക്കണം. പിന്നെ പല അറിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ നിർത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ 74 ദിവസം നോക്കൂ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഭാഗവതം, ഗീത, നാരായണീയം, ഇതൊക്കെ ഒരേ കാര്യത്തിൻ്റെ പല രൂപങ്ങളാണ്. ഏത് രൂപമാണ് നമുക്ക് പറ്റാൻ പോകുന്നത് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഭാഗവതവും ഗീതയും വേണ്ടത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നാരായണീയത്തിനെ കുറച്ചും കൂടെ വലുതാക്കാനുള്ള സമയം നമ്മുടെ കയ്യിലായി. ഭാഗവതത്തിൽ കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക്, ഗീത ക്യാപ്സ്യൂളായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. നമ്മളത് ഉപയോഗിക്കുക തന്നെ വേണം. അതിനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുതന്നെയല്ല, ഈ ഭാഗവതത്തിൻ്റെ വേറൊരു രൂപം ഇവിടെ ഇന്നിപ്പോൾ ആരുടെയും കയ്യിൽ നമ്മുടെ കയ്യിലുള്ള ഭാഗവതത്തിൻ്റെ രൂപം ഉണ്ടെന്ന് തോന്നില്ല. സന്ധിവിച്ഛേദം, പദച്ഛേദം, അന്വയാർത്ഥം, സാരം, ഈ തരത്തിലൊരു ഭാഗവതം ആരുടെ കയ്യിലും ഇല്ല. അതിപ്പോൾ ഉഷാജിയുടെ ഫോണിനടുത്ത് ഇപ്പം മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പം അത് കാര്യം ഇതാ, അത് എപ്പോൾ വേണേലും മരിച്ചു പോവാം. കൂടെ പക്ഷേ സാറേ അതും കൂടി ഇങ്ങോട്ട് അയച്ചു തരുന്നത്, എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ അതിനെ ഒന്ന് ജീവൻ വെപ്പിച്ച് എടുക്കണം. അത് ഭഗവാന്റെ കർമ്മമാണ്. ഇപ്പം ഈ ഇതിനൊക്കെ ഉള്ള ശക്തി നമ്മളിൽ ഉണ്ടാവട്ടെ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ഇപ്പോൾ ആളിപ്പോൾ ഇത്രയും പേരെ നമ്മുടെ കയ്യിലുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നവരല്ല. നമ്മുടെ ആളുകൾ ഇവിടെ ഇരിക്കാനൊന്നും നമ്മൾക്ക് ആളെ കിട്ടില്ല. കാര്യം അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ആൾക്കാരുണ്ട്. അത് ഭഗവാൻ, അപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെയൊക്കെ കംസനെ ശുദ്ധമാക്കിയതുപോലെ ശുദ്ധമാക്കിയ ഭഗവാൻ. അപ്പം ഇതിനൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ, നമ്മൾ വഴിയിൽ നിന്ന് കൊടുത്താൽ ഭഗവാനെ നടത്തിക്കൊള്ളും. അതിനുള്ളൊരു തുടക്കമാവട്ടെ ഈ വിജയദശമി. അതിന് ഗുരുക്കന്മാരുടെയും ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മൾ ഇറങ്ങി നിൽക്കാനുള്ള മനസ്സും കൂടി ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരിയോം. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ട്രഷറർ അനിതകുമാർ അവരുടെ സ്വാഗതം ക്ഷണിക്കും. ഭക്തജനങ്ങളെ, നാരായണീയ പ്രചാരണത്തെക്കുറിച്ച് അങ്ങനെ ഇതായപ്പോൾ മറന്നുപോയി. ഇന്ന് 2 ഒക്ടോബറാണ്. നമ്മുടെ സംപൂജ്യനായ മഹാത്മാഗാന്ധിയുടെ ജന്മസുദിനം. എത്രത്തോളം അദ്ദേഹം ശ്രേഷ്ഠനാണെന്ന് നോക്കുക. ആ യുണൈറ്റഡ് നേഷൻസ് ഈ ദിവസത്തിനെ അഹിംസാ ദിനമായി ആചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്ക് തന്നിട്ടുള്ളതായ ഒരു സ്വർണ്ണ കിരീടമാണ്, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ആ മഹാത്മാവ് എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത്? തൻ്റെ അഹിംസയിലൂടെയാണ്. പോലീസുകാരോ പട്ടാളക്കാരോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അദ്ദേഹം അനങ്ങില്ല. അത് സൗത്ത് ആഫ്രിക്ക തൊട്ട് അദ്ദേഹം കാണിച്ചു തന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു കരിനിയമം അവർ പാസ്സാക്കി. അവിടെയും ബ്രിട്ടീഷുകാർ തന്നെയാണല്ലോ ഭരിച്ചിരുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്ന് അവിടെ വരുന്നവരൊക്കെ 25 പവൻ ടാക്സ് കൊടുക്കണം. 25 പവൻ. അവരെല്ലാവരും കൂടി അന്ന് ഗാന്ധിജി അവിടെയുണ്ട്. ഗാന്ധിജി പറഞ്ഞു, ആ നിയമത്തിനെ നമ്മൾ എല്ലാവരും നിങ്ങളുടെ ആ കോപ്പി കൊണ്ടുവരൂ, നമുക്കത് കത്തിക്കണം, പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കത്തിക്കണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി അദ്ദേഹം തന്നെ ആ അടുപ്പുണ്ടാക്കി, തീയുണ്ടാക്കി. തൻ്റെ ആദ്യത്തെ അത് എഴുതുമ്പോഴേക്ക് ഒരൊറ്റ അടിയാണ്. ഇവിടെയാണ് അടിക്കുന്നത്. മറ്റുള്ളവരെല്ലാം പേടിച്ചോടി. ഓരോരുത്തരെ വിളിച്ചു, ഓരോരുത്തരുടെയും ആ കടലാസ് മേടിച്ച് ഇട്ടു. അപ്പാടി. അങ്ങനെ തളർന്നു വീണു. എന്നിട്ടും ആ അടിക്കുന്ന പോലീസുകാരനോട് ഒരു ദേഷ്യമില്ല. അഹിംസാവാദം. അതിലൂടെ മാത്രമാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുക. അതിലൂടെ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന കാര്യം യാതൊരു സംശയമില്ല. ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ആ അഹിംസ അതൊരു വ്രതമായി സ്വീകരിക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്നു. നമസ്കാരം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ വിജയകുമാർ സാർ, സംപൂജ്യരായ ഗുരുനാഥൻ ശ്രീ ഹരിദാസ് ജി, പത്മകുമാരി ടീച്ചർ, ദർശികാജി, ശശി രമണിത്തൻ സാർ, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നാരായണീയം കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ, മറ്റ് ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ 74 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത് പദ്ധതിക്കാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ കടമയിലേക്ക് കടക്കാം. കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ ഗുരുനാഥൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന എല്ലാ ആചാര്യന്മാർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആചാര്യന്മാർ, മറ്റ് ഭക്തജനങ്ങൾ എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ സനൽജി, അദ്ദേഹം അതായത് രായും പകലും
ഊണിന് ഉറക്കമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇന്ന് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദീർഘായുസ്സും ആയുരാരോഗ്യവും എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എനിക്ക് വല സൈഡ് നിർത്തുന്നത് ചേട്ടാ, എങ്കിലേ സാറിന് എഴുതാൻ പറ്റും. ഇതുപോലെ വല സൈഡ് സാറിന് വലത് സൈഡിലേ പറ്റുള്ളൂ. അപ്പോൾ മന്ത്രം ഇടുക്കി ശ്യാമേ അപ്പർ സൈഡ് പോയി കാണിച്ചു, അപ്പർ സൈഡ് പോയി അവിടെ പോയി കാണിച്ചു. അത് മാറ്റണേ. അപ്പോൾ നമസ്തേ, അപ്പോൾ നമസ്തേ. നമസ്തേ. നീ നോക്കാമേ. വെരി ഗുഡ്. അപ്പൊ വെറുതെ കാണിച്ചോണ്ട് സ്ലേറ്റും ബുക്കും മിടുക്കൻ. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. നാം വീട്ടിൽ കൂടെ മക്കളെ എഴുതട്ടെ. നല്ല കുട്ടി. എങ്ങനെ നീക്കിട്ട് ക്ഷാമെന്ന് വെരി ഗുഡ്. മാറ്റി വേറെ മഞ്ചു 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 ബുക്ക് സ്ലേറ്റ് ഇത് മഞ്ചു ഇത് മഞ്ചു ഉണ്ടായി. ഞാൻ വേറെ കൊടുക്കാം.
അതെന്തിനു വെരി ഗുഡ്